കൂട്ടുകാരെ, നമ്മളെല്ലാവർക്കും വിശുദ്ധ യൗസേപിതാവിനെ അറിയാം. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബൈബിളിൽ ഒരിടത്ത് പോലും പിതാവ് സംസാരിക്കുന്നില്ല, ഒരു വാക്ക് പോലും എഴുതിയിട്ടുമില്ല. പിതാവ് എത്ര നിശബ്ദതയായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ചില രഹസ്യങ്ങളുണ്ട്. നമുക്ക് അത് നോക്കിയാലോ? രഹസ്യം 1, കാവൽക്കാരൻ. ഒന്നാമത്തെ കാര്യം, യൗസേപിതാവ് വെറുമൊരു മരപ്പണിക്കാരൻ മാത്രമല്ലായിരുന്നു. ഹെരോദോസ് രാജാവിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഈശോയും മാതാവിനെയും രക്ഷിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഏറ്റവും ധൈര്യശാലിയായ കാവൽക്കാരനായിരുന്നു അദ്ദേഹം. ദൈവപുത്രന്റെ സുരക്ഷ ദൈവം വിശ്വസിച്ച് ഏൽപ്പിച്ചത് ഈ സാധാരണ മനുഷ്യനെയായിരുന്നു. രഹസ്യം 2, ഈശോയുടെ ഗുരു. രണ്ടാമത്തെ രഹസ്യം, ഈ ഭൂവിൽ ഈശോയുടെ ആദ്യ അപ്പൻ പിതാവായിരുന്നു എന്നാണ്. ഈശോയ്ക്ക് നടക്കാൻ പഠിപ്പിച്ചു കൊടുത്തതും കൈപിടിച്ച് ജോലി ചെയ്യിപ്പിക്കാൻ പഠിപ്പിച്ചതും പിതാവാണ്. ദൈവപുത്രൻ അപ്പ എന്ന് വിളിച്ച് വളർന്നത് യൗസേപിതാവിന്റെ തണലിലായിരുന്നു. രഹസ്യം 3, മൂന്നാമത്തെ കാര്യം, ലോകത്തെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യൻ പിതാവാണ്. കാരണം അദ്ദേഹം മരിക്കുന്ന ആ നിമിഷം ഈശോയും മാതാവും അദ്ദേഹത്തിന് 2 വശത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നല്ലൊരു മരണത്തിനായി നമ്മൾ എല്ലാവരും പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. വാക്കുകളാൽ കൂടുതൽ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ സന്തോഷിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.